ഈസ്റ്റർ ശുശ്രൂഷ ചടങ്ങുകൾ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നടക്കുന്നു. കോഴിക്കോട് അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലാണ് കാർമ്മികത്വം വഹിക്കുന്നത്. പ്രതീക്ഷയുടെ ഉയിർപ്പ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ഈസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എല്ലാത്തിനും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടെന്നുള്ളതാണ്. അസത്യവും അനീതിയൊക്കെ വിജയിച്ചുവെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ അസത്യവും ഈ അനീതിയൊക്കെ അവസാനിച്ച് നമ്മൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ള സന്ദേശം അതാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. അനീതിയുടെ കരങ്ങൾ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു, അദ്ദേഹം കുരിശിൽ മരിച്ചു. പക്ഷേ ആ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് പാപത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. അത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരു ഉയർപ്പുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്നവരുണ്ടായിരിക്കും, നമ്മളെ പരിഹസിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ അതിനുമപ്പുറം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുവാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം, പ്രത്യാശ നമുക്കുണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നിന്ന് രതീഷ് വാസുദേവൻ ചേർന്നു. രതീഷ്, ഈസ്റ്റർ ആരംഭിച്ചിരിക്കുകയാണ്. ചടങ്ങുകളൊക്കെ എവിടെ വരെയായി? തീർച്ചയായും ഈസ്റ്റർ ദിനാഘോഷത്തിന്റെ ഈ തിരുകർമ്മങ്ങൾ, ഉയർപ്പ് കർമ്മങ്ങൾ ഇപ്പോൾ ഈ ദേവമാതാ ചർച്ചിൽ, കത്തീഡ്രൽ ചർച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അതിരൂപത ആർച്ച് ബിഷപ്പ്, നിയുക്ത അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വലിയ പ്രതീക്ഷയോടെ ഈ ഈസ്റ്ററിനെ കാണണം, ഒരു അതിജീവനത്തിന്റെ ഒരു അടയാളമായി ഈ ഈസ്റ്ററിനെ കാണണം എന്ന വലിയ മഹത്തായ സന്ദേശമാണ് ഈ ഘട്ടത്തിൽ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വിശ്വാസികളോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട്, ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. അതിജീവനം ഒരു പ്രതീക്ഷയാക്കി മുന്നോട്ട് പോകുക എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്തായാലും തിരുകർമ്മങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ദേവമാതാ ചർച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 2:45 താമരശ്ശേരി രൂപതയിൽ ബിഷപ്പ് ഇഞ്ചനാനിയുടെ നേതൃത്വത്തിലും ഈ പിറവി കർമ്മങ്ങളുടെ ചടങ്ങുകൾ നടക്കും. എന്തായാലും വിശ്വാസികൾ വലിയ ആവേശപൂർവ്വവും വലിയ പ്രതീക്ഷയോടെയും തന്നെയാണ് ഈ വർഷത്തെ ഈസ്റ്റർ തിരുകർമ്മ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. മാത്രവുമല്ല, വലിയ ആത്മവിശ്വാസവും ബിഷപ്പ് ഈ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളെയൊക്കെ തന്നെ പരാമർശിച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ സന്ദേശം വലിയ പ്രസക്തമാണ്. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഈസ്റ്റർ ദിന സന്ദേശത്തിന്റെ ഭാഗമായി വന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല പ്രശ്നങ്ങളെയും നമ്മൾ അതിജീവിക്കും. മുനമ്പം വിഷയമടക്കം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പ്രശ്നങ്ങൾ കോടതിയിലാണ്, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ പലതരത്തിൽ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. അതിജീവനമാണ് പ്രതീക്ഷയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് ഈസ്റ്റർ ദിനത്തിൽ ഒരു സന്ദേശമായി തന്നെ നമ്മൾ ഏറ്റെടുക്കണം. ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകണം എന്നാണ് വർഗീസ് ചക്കാലക്കൽ തന്റെ ഈസ്റ്റർ ദിന സന്ദേശത്തിന്റെ ഭാഗമായി പറഞ്ഞത്. എന്തായാലും ചടങ്ങുകൾ വിവിധ ദേവാലയങ്ങളിൽ പുരോഗമിക്കുകയാണ്. ദേവമാതാ പള്ളിയിൽ തിരുകർമ്മങ്ങൾക്ക് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകുന്നു. ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.